ഈശോമിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. 2024 ക്രിസ്തുമസ് ആഘോഷിക്കാൻ ഒരുങ്ങുന്ന ഈ വേളയിൽ നമുക്കിന്ന് വിചിന്തനത്തിനായി കിട്ടിയിരിക്കുന്നത് ഉണ്ണിയേശുവിനോടും മാതാവിനോടുമൊപ്പം പുൽക്കൂട്ടിൽ നിൽക്കുന്ന വിശുദ്ധ യൗസേപ്പ് പിതാവിനെയാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്, അദ്ദേഹം നീതിമാനാകയാൽ അവളെ രഹസ്യമായി ഉപേക്ഷിക്കുവാൻ തീരുമാനിച്ചു. എന്നാൽ സ്വപ്നത്തിൽ കർത്താവിന്റെ ദൂതന്റെ വെളിപ്പെടുത്തലിൽ അദ്ദേഹം ഒരു മടിയും കൂടാതെ മറിയത്തെ ഭാര്യയായി സ്വീകരിച്ചു. അവിടുന്ന് അങ്ങോട്ട് ദൈവത്തിന്റെ രക്ഷാകര പദ്ധതിയിൽ വിശുദ്ധ യൗസേപ്പും നിശബ്ദനായ ഒരു പങ്കാളിയാവുകയാണ്. പൂർണ്ണഗർഭിണിയായ മറിയത്തെയും കൊണ്ട് ബെത്ലഹേമിലേക്കുള്ള യാത്ര. അത് കഴിഞ്ഞ് ഹെറോദോസ് കുഞ്ഞിനെ വധിക്കുവാൻ ശ്രമിക്കുന്നു എന്നറിഞ്ഞപ്പോൾ ദൈവദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞത് പ്രകാരം കൊടുന്തണുപ്പിൽ കുഞ്ഞിനെ മാറോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ഈജിപ്തിലേക്കുള്ള പലായനം. അവിടെ നിന്ന് ഹെറോദോസ് മരിച്ചു എന്നറിഞ്ഞപ്പോൾ സ്വപ്നത്തിൽ ലഭിച്ച മുന്നറിയിപ്പ് അനുസരിച്ച് വീണ്ടും ഗലീലയിലെ നസ്രത്തിൽ വന്ന് അവിടെ തനിക്കറിയാവുന്ന തച്ചന്റെ ജോലി ഏറ്റവും ആത്മാർത്ഥതയോടുകൂടി ചെയ്ത് തിരുകുടുംബത്തെ പോറ്റി. വിശുദ്ധ യൗസേപ്പ് പിതാവ് വിശ്വസ്തനായ ഒരു ഭർത്താവും സ്നേഹധനനായ ഒരു പിതാവുമായിരുന്നു. ഉണ്ണിയേശുവിന്റെ വത്സല പിതാവുമായിരുന്നു. അനുസരണത്തിൽ അദ്ദേഹത്തെ വെല്ലുവാൻ ആരുമില്ല. ദൈവപിതാവിന്റെ ഇഷ്ടത്തിനെതിരായി ഒരു വാക്കുപോലും അദ്ദേഹം ഉരിയാടിയിട്ടില്ല. വിശുദ്ധ യൗസേപ്പ് പിതാവിന്റെ അനുസരണയും തൊഴിലിനോടുള്ള ആത്മാർത്ഥതയും നീതിനിഷ്ഠയും സത്യസന്ധതയും നമുക്കും മാതൃകയാക്കാം. തിരുകുടുംബത്തിന്റെ കാവൽക്കാരനായ വിശുദ്ധ യൗസേപ്പ് പിതാവേ, ഞങ്ങളുടെ കുടുംബങ്ങളെയും കുടുംബനാഥന്മാരെയും കാത്തു സംരക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും പുൽക്കൂട്ടിൽ ഉണ്ണീശോയുടെ ശാന്തിയും സമാധാനവും നേർന്നുകൊണ്ട് മെറി ക്രിസ്മസ്. താങ്ക് യു.